السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ബഹുമാന്യ സഹോദരങ്ങളെ, നൂറുൽ ഖുർആനിന്റെ 84ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണല്ലോ നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 64ാമത്തെ ആയത്താണ് വിശദീകരിച്ചത്. തുടർന്ന് 65 മുതലുള്ള ആയത്തുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. കഴിഞ്ഞ ആയത്തുകളിൽ നാം പഠിച്ചതും മനസ്സിലാക്കിയതും ഇസ്രായേലിയർക്ക് ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് ഒരു പർവ്വതത്തെ അള്ളാഹു ഉയർത്തി കാണിക്കുകയും പക്ഷേ ആ പർവ്വതത്തെ അള്ളാഹു ഉയർത്തി കാണിച്ചത് അവരിൽ കൂടുതൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിരുന്നുവെങ്കിൽ അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബനു ഇസ്രായേൽ വിഭാഗവുമായി ബന്ധപ്പെട്ട, ഇസ്രായേൽ സന്തതികളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക്, അവർ ചെയ്ത അതിക്രമങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു വലിയ ശിക്ഷയെ സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക.
وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنْكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ. വലഖദ് തീർച്ചയായും ഉണ്ട്, അലിംതും നിങ്ങൾ അറിഞ്ഞു, വലഖദ് അലിംതും തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അല്ലദീന യാതൊരു കൂട്ടരെ, ഇഅ്തദൗ മിൻകും ഇഅ്തദൗ അവർ അതിക്രമിച്ചു, മിൻകും നിങ്ങളിൽ നിന്ന്, ഫിസ്സബ്തി സബ്തിൽ അല്ലെങ്കിൽ ശനിയാഴ്ചയിൽ, ഫഖുൽന അപ്പോൾ നാം പറഞ്ഞു, ലഹും അവരോട്, കൂനു നിങ്ങളാകുവിൻ, ഖിറദതൻ കുരങ്ങുകൾ ആയിത്തീരുക, ഖാസിഈൻ ഹീനന്മാരായ. വലഖദ് അലിംതുമുൽ ലദീന അഅ്തദൗ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനു ഖിറദതൻ ഖാസിഈൻ. നിങ്ങളിൽ നിന്ന് സബ്തിൽ അതിക്രമം ചെയ്തവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവരോട് നാം പറഞ്ഞു, നിങ്ങൾ ഹീനന്മാരായ കുരങ്ങുകളായി തീരുവിൻ. വലഖദ് അലിംതുമുൽ ലദീന അഅ്തദൗ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനു ഖിറദതൻ ഖാസിഈൻ. സബ്ത്തിന്റെ ദിവസം അതിക്രമം ചെയ്തവരെ കുറിച്ചാണ് ഇവിടെ ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അതിക്രമം ചെയ്തിട്ടുള്ള ആളുകളോട് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ കുരങ്ങുകളായി തീരുക, നിന്ദ്യന്മാരായ കുരങ്ങുകളായി തീരുക. നിങ്ങൾ ഹീനന്മാരായി തീരുക, നിങ്ങൾ കുരങ്ങുകളായി തീരുക. ഫജഅൽനാഹ അങ്ങനെ അതിനെ നാം ആക്കി, ഫജഅൽനാഹ അങ്ങനെ അതിനെ നാം ആക്കി, നകാലൻ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു ഗുണപാഠം, ശിക്ഷാപാഠം ഒക്കെ ആക്കി മാറ്റി, ലിമാ ബൈന യദൈഹ അതിന്റെ മുമ്പിലുള്ളതിന്, വമാ ഖൽഫഹ അതിന്റെ പിമ്പിലുള്ളതിനും, അതായത് അതിന് മുമ്പിലുള്ളവർക്കും അതിന് പിമ്പിലുള്ളവർക്കും എന്നർത്ഥം. വമൗഇലതൻ ഒരു സദുപദേശവും ആക്കി, ലിൽമുത്തഖീൻ സൂക്ഷ്മത പാലിക്കുന്നവർക്ക്. ഫജഅൽനാഹ നകാലൻ ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ വമൗഇലതൻ ലിൽമുത്തഖീൻ. അങ്ങനെ അതിനെ നാം അതിന്റെ മുമ്പിലുള്ളവർക്കും അതിന്റെ പിമ്പിലുള്ളവർക്കും ഒരു പാഠമാക്കി, ഒരു ശിക്ഷയാക്കി, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു സദുപദേശവുമാക്കി. ഈ ആയത്ത് എന്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതേ വിഷയത്തിൽ സൂറത്തുൽ അഅറാഫിൽ വന്ന ഒരായത്ത് ശ്രദ്ധിക്കുക. 163, 164, 165 വചനങ്ങൾ, 166 വരെയുള്ള വചനങ്ങൾ. واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون. കടൽ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ പട്ടണത്തെ പറ്റി നീ അവരോട് ചോദിച്ചു നോക്കുക. അതായത് ശനിയാഴ്ച അല്ലെങ്കിൽ ശബ്ബത്ത് ദിനം ആചരിക്കുന്നതിൽ അവർ അതിക്രമം കാണിച്ചിരുന്ന സന്ദർഭത്തെപ്പറ്റി. അവരുടെ സബ്ബത്ത് ദിനത്തിൽ അവർക്ക് ആവശ്യമുള്ള മത്സ്യങ്ങൾ വെള്ളത്തിന് മീതെ തലകാണിച്ചുകൊണ്ട് അവരുടെ അടുത്ത് വരികയും അവർക്ക് സബ്ബത്ത് ആചരിക്കാനില്ലാത്ത ദിവസത്തിൽ അവരുടെ അടുത്ത് അവ വരാതിരിക്കുകയും ചെയ്തിരുന്ന സന്ദർഭം. അവർ ധിക്കരിച്ചിരുന്നതിന്റെ ഫലമായി അപ്രകാരം നാം അവരെ പരീക്ഷിക്കുകയായിരുന്നു. ശനിയാഴ്ച ദിവസം കടൽ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ പട്ടണത്തെ പറ്റി നീ അവരോട് ചോദിച്ചു നോക്കുക. അതായത് ശനിയാഴ്ച ദിവസം ആചരിക്കുന്നതിൽ അവർ അതിക്രമം കാണിച്ചിരുന്ന സന്ദർഭത്തെപ്പറ്റി. അവരുടെ ശനിയാഴ്ച ദിവസങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള മത്സ്യങ്ങൾ വെള്ളത്തിന് മീതെ തല കാണിച്ചുകൊണ്ട്
വരികയും അവർക്ക് സബ്ബത്ത് ആചരിക്കാനില്ലാത്ത ദിവസങ്ങളിൽ അവരുടെ അടുത്ത് അവർ വരാതിരിക്കുകയും ചെയ്തിരുന്ന സന്ദർഭം. അപ്പൊ അതിനെ തുടർന്നുകൊണ്ട് പിന്നീട് അള്ളാഹു പറയുകയാണ്, വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഅദൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ ഖാലൂ മഅദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. അള്ളാഹു നശിപ്പിക്കുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാൻ പോകുന്ന ഒരു ജനവിഭാഗത്തെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത് എന്ന് അവരിൽപ്പെട്ട ഒരു സമൂഹം പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവർ മറുപടി പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ ഞങ്ങൾ അപരാധത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയാണ് ഒരു വേള അവർ സൂക്ഷ്മത പാലിച്ചെന്നും വരാമല്ലോ. ഫലമ്മാ നസൂ മാ ദുഃഖിറൂ ബിഹി അൻജൈന അല്ലദീന യൻഹൗന അനിസ്സൂഇ വഅഖദ്ന അല്ലദീന ളലമൂ ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ. എന്നാൽ അവരെ ഓർമ്മപ്പെടുത്തിയിരുന്നത് അവർ മറന്നു കളഞ്ഞപ്പോൾ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിലക്കിയവരെ നാം രക്ഷപ്പെടുത്തുകയും അക്രമികളായ ആളുകളെ അവർ ധിക്കാരം കാണിച്ചിരുന്നതിന്റെ ഫലമായി നാം കഠിനമായ ശിക്ഷ മുഖേന പിടികൂടുകയും ചെയ്തു. ഫലമ്മാ അതൗ അമ്മാ നുഹൂ അൻഹു ഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. അങ്ങനെ അവരോട് വിലക്കപ്പെട്ടതിന്റെ കാര്യത്തിലെല്ലാം അവർ ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങന്മാരായിക്കൊള്ളുക. സൂറത്തുൽ അഅറാഫിലെ 163 മുതൽ 166 വരെയുള്ള ആയത്തുകൾ ഈ വിഷയത്തിലേക്ക് കൂടുതൽ വെളിച്ചം നൽകുന്നുണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് വായിച്ചു പഠിക്കാവുന്നതാണ്. നമ്മൾ വിശദീകരണത്തിന്റെ സന്ദർഭങ്ങളിൽ അത് കൂടുതൽ വിശദീകരിക്കുന്നതുമാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ വലഖദ് അലിംതുമുല്ലദീന അഅ്തദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. വലഖദ് അലിംതും, ഇവിടെ വലഖദ് അലിംതുമുല്ലദീന അഅ്തദൂ, വാവ് അത്ഫിന്റെ വാവാണ്. ലഖദ് 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 ഇവിടെ ഉപയോഗിക്കുന്ന ലാമ്, ലാ കൂട്ടണം ഖദ്. ഇത് രണ്ടും ലാ, ഇവിടെ ഉപയോഗിക്കുന്ന ലാം എന്താണ്? ലാമ് ഹർഫുൽ ഖിസ്മ, ഉറപ്പിച്ച് പറയാൻ വേണ്ടി, സത്യം ചെയ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാം. പിന്നെ ഹർഫുൽ ഖസ്ം. പിന്നെ ഖദ് എന്ന് പറയുന്നത് ഹർഫ് തഹ്ഖീഖാണ്. ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പാസ്റ്റിൽ, അതായത് ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ സ്ഥിരപ്പെടുത്തി പറയുന്നതിനാണ് ഖദ് ഉപയോഗിക്കുക. അപ്പൊ ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ലഖദ് വലഖദ് അലിംതും, അലിംതും അലിമ യഅലമു, അലിമ യഅലമു, അതിൽ നിന്നാണ്, ഇതാണ് ഫഇല യഫ്അലു വസനിൽ വരുന്നത്. അലിമ യഅലമു. അലിംതും എന്ന് പറയുന്നതിന്റെ സീഗ എന്താണ്? നിങ്ങൾ അറിഞ്ഞു എന്നാണ്. നിങ്ങൾ അറിഞ്ഞു, അലിംതും. ഇതിന്റെ സീഗ എന്താണ്? അലിമ, അലിമ, അലിമു, അലിമത്ത്, അലിം, അലിമത, അലിംന, അലിംത, അലിംതുമാ, അലിംതും. അലിംതും ഹാദിർ മുദക്കർ ജംഅ, അലിംതും.
അപ്പോ അത് ഫിഅൽ മാദിയാണ്. അലിം തും, അതിന്റെ ഒറിജിനൽ രൂപം അലിം, അതിലേക്ക് തും. ഇവിടെ ഫിഅൽ മാദി മബ്നിയുൻ അല സുക്കൂൻ, അലിം മബ്നിയുൻ അല സുക്കൂനാണ്. പിന്നെ തും എന്നത് ളമീർ മബ്നിയുൻ അല സുക്കൂന് ഫി മഹല്ലി റഫ്അ അല്ലേ, ഫാഇൽ. അപ്പൊ അലിംതും ഇവിടെ ഫാഇൽ ആരാണ്? തും, അൻതും നിങ്ങളാണ്. ഫാഇൽ നിങ്ങൾ അറിഞ്ഞു എന്നാണ്, നിങ്ങളാണ് ഇതിലുള്ള ഫാഇൽ. അപ്പൊ തും എന്ന് പറയുന്നത് അതിന്റെ ളമീർ മാത്രമാണ്. അൻതും എന്നതിലേക്കുള്ള തും ആണ് യഥാർത്ഥത്തിൽ അത് ളമീർ മബ്നിയുൻ അല സുക്കൂനാണ്, ഫി മഹല്ല് റഫ്ഇന്റെ സ്ഥാനത്ത് വരുന്നത്. ശരി. വലഖദ് അലിംതും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതാണ് ലഖദ്, ഖദ് എന്നതിന്റെ പ്രയോഗം അതാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞു എന്നല്ല, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിനാണ് ഇവിടെ ഖദ് ഉപയോഗിക്കുന്നത്. അപ്പൊ ലാം അവിടെ ഉപയോഗിക്കുന്നത് തീർച്ചയായും എന്ന് പറയാം. തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ വലഖദ് അലിംതും, നിങ്ങൾ അറിയുകയും ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അവിടെ വാവുണ്ട്, അത്ഫിന്റെ വാവാണ്. അപ്പോ വലഖദ് അലിംതും, നിങ്ങൾ അറിയുകയും ചെയ്തിട്ടുണ്ട്. അല്ലദീന, യാതൊരു കൂട്ടരെ എന്നർത്ഥം. അല്ലദീന, യാതൊരു കൂട്ടരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലദീന എന്നത് നമുക്കറിയാം, അത് ഇസ്മ മൗസൂലാണ്, മബ്നിയുൻ അലൽ ഫത്ഹാണ്, ഫി മഹല്ല് നസ്ബാണ്. കാരണം മഫ്ഊൽ ബിഹിയാണ്, മഫ്ഊൽ ബിഹിയാണ്, മഫ്ഊൽ ബിഹി മൻസൂബാണ്. ഇസ്മ മൗസൂലാണ്, മബ്നിയുൻ അലൽ ഫത്ഹ, ഫി മഹല്ല് നസ്ബ്. വലഖദ് അലിംതുമുൽ ലദീന ഇഅ്തദൗ, ഇഅ്തദൗ എന്നത് ഇഅ്തദാ യഅ്തദി, ഇഅ്തദാ യഅ്തദി. ഇതാണ് ഫിഅൽ ഇഅ്തദാ. അതായത് അദാ എന്ന സുലാസി മുജറദിൽ നിന്ന് അദാ യഅദു, അക്രമം ചെയ്തു. അദാ യഅദു എന്ന ഫിഅലിന്റെ ഏത് വസനായിരിക്കും ഇത്? ഇഫ്തഅല വസനിലാണ് അത് വരിക. ഇഫ്തഅല വസനിലാണ് വരിക. അപ്പോൾ അദാ യഅദു, അദാ ഇത് ഫിഅല് എന്താണ്? മുഅത്തൽ ആയ ഫിഅലാണ് അദാ യഅദു. ഏതാണ് മുഅത്തലിൽ? ഏത് വിഭാഗത്തിലാണ് ഇത് വരുന്നത്? മുഅത്തലിൽ ഏത് വിഭാഗത്തിലാണ് ഇത് വരുന്നത്? അദാ എന്നത് മുഅത്തലിൽ ഏത് വിഭാഗത്തിലാണ് ഇത് വരുന്നത്? നാഖിസായ ഫിഅലാണ്. എന്താണ്? നാഖിസായ ഫിഅലാണ്. കാരണം അവസാനത്തിലാണ് അതിന്റെ വന്നിട്ടുള്ളത്. അപ്പം അദാ യഅദു എന്നതിൽ നിന്ന് ശ്രദ്ധിക്കുക, അതിന്റെ ഇഫ്തഅല വസ്ന് വരുമ്പോൾ ഇഅ്തദാ എന്നാണ് വരുന്നത്. ഫ, അതിന്റെ ഫാന്റെ സ്ഥാനത്ത് എന്താണ്? ഫ അല, ഫ അല. ശ്രദ്ധിക്കുക, ഫ അല. ഇവിടെ ശ്രദ്ധിക്കുക, ഫ അല, ഫ അല. അവിടെ അ ദ ഇങ്ങനെയാണ്. ഫാന്റെ സ്ഥാനത്ത് ഐന്, ഐനിന്റെ സ്ഥാനത്ത് ദാല്, ലാമിന്റെ സ്ഥാനത്ത് അലിഫ്. അദാ. ഇനി അപ്പോ ഈ ഫ് ത അ ല പരിശോധിക്കുക. ഇങ്ങനെ ആയിരിക്കും. ആദ്യം അലിഫ് കൊടുക്കുക, പിന്നെ ഐന്, ഈ ഐന്, ഈ ഫാന്റെ സ്ഥാനത്ത് ഐനല്ലേ, പിന്നെ ത കൊടുക്കുക, ഈ ഫുത്ത, പിന്നെ വരുന്ന ഇഫ്തഅല, ഐനിന്റെ സ്ഥാനത്ത് വരുന്നത് ദാല് അല്ലേ, പിന്നെ അലിഫ്, അലിഫ് മഖ്സൂറയായി മാറുന്നു. ഇങ്ങനെയായി മാറുന്നു. അപ്പോ ഇഅ്തദാ എന്നായി മാറുന്നു. ഇഫ്തഅല വസനിലാണ്,
അത് വരുന്നത്. അപ്പൊ പ്രത്യേക ഒരു സംഗതി ശ്രദ്ധിക്കേണ്ടത് ഇഅ്തദ ഐൻ ഫ ഇഫ്തഅല അല്ലേ, ഇഫ്തഅല ഇഫ്തഅല ഇഫ്തഅലു അല്ലേ, ഇഫ്തഅലു ഐനിന്റെ സ്ഥാനത്ത് വരുന്നതിന് ഫത്ഹാണ് വരിക, ഇഫ്തഅലു. അതുകൊണ്ടാണ് ഇവിടെ ഇഅ്തദൗ എന്ന് വരാനുള്ള കാരണം. എന്താണ്? ഇഅ്തദു എന്നല്ല, ഇഅ്തദൂ എന്നല്ല, മറിച്ച് എന്താണ്? അത് ഇഅ്തദൗ എന്നാണ് വരുന്നത്. കാരണം എന്താണ്? ഫഅല എന്ന ഇതിലുള്ള ഐനിന്റെ സ്ഥാനത്ത് വരുന്നത് ദാലാണ്. ആ ദാല് ഇഫ്തഅലു എന്ന് വരുമ്പോൾ ഐനിന് ഫത്ഹ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ദാലിനും ഫത്ഹായി മാറുന്നു. അപ്പോൾ പെട്ടെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായത്. അതേസമയം ഇഅ്തദു ഫമൻ ഇഅ്തദ അലൈക്കും ബിമിസ്ലി മാ ഇഅ്തദ അലൈക്കും ഫഅ്തദു ബിമിസ്ലി മാ ഇഅ്തദ അലൈക്കും. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഫഅ്തദു, ഇഅ്തദു അത് അംറാണ്. അപ്പോൾ ഇഅ്തദു എന്ന് പറയുമ്പോൾ അത് അംറിന്റെ രൂപത്തിലാണ് വരുന്നത്. എന്നാൽ ഇവിടെ മാദിയായി വരുന്ന ഫിഅലിലെ ഗായിബാകുന്ന മുദക്കറാകുന്ന ജം ആകുന്ന ഗായിബ് മുദക്കർ ജംഇന്റെ സ്ഥാനത്ത് വരുമ്പോൾ അത് ഇഅ്തദൗ എന്നാണ് വരിക. മനസ്സിലായിട്ടുണ്ടോ? ഇഅ്തദൗ എന്നാണ് വരിക. ഓക്കെ. അപ്പോ വലഖദ് അലിംതുമുല്ലദീന ഇഅ്തദൗ, ഇഅ്തദൗ എന്ന് പറഞ്ഞാൽ അതിക്രമം പ്രവർത്തിച്ചു എന്നാണ്. അതിക്രമം പ്രവർത്തിച്ചു, അതിക്രമിച്ചു എന്നർത്ഥം. അപ്പോ ഇഅ്തദൗ മിൻകും നിങ്ങളിൽ നിന്ന്, മിൻകും നിങ്ങളിൽ നിന്ന്, മിൻ കൂട്ടണം, മിന്ന് ഹർഫ് ജറാണ്. പിന്നെ കും എന്ന് പറയുന്നത് ളമീറാണ്, മബ്നിൻ അല സുകൂൻ അല്ലെ, മബ്നിൻ അല സുകൂൻ ഫി മഹല്ല് ജർ, ഫി മഹല്ല് ജറ, ജറിന്റെ സ്ഥാനത്താണ് അത് വരുന്നത്. വലഖദ് അലിംതുമുല്ലദീന ഇഅ്തദൗ മിൻകും ഫിസ്സബ്തി, ഫി അസ്സബ്തി, ഫി എന്നത് ഹർഫ് ജറാണ്. അസ്സബത്ത്, സബത്തുൻ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ അന്ന് അവർ ആചരിച്ചിരുന്ന ശബ്ബത്തിന്റെ ദിവസം എന്ന രൂപത്തിലും അറിയപ്പെടുന്നു. അതുപോലെ അസ്സബ്തി മാരിഫയായിട്ടാണ് നൽകിയിട്ടുള്ളത്. അസ്സബ്തി എന്താണ് കാരണം? അത് ഇസ്മ മജ്റൂറായി മാറുന്നു. മുമ്പിൽ ഫി എന്ന് വന്നതുകൊണ്ട് ഫിസ്സബ്തി എന്നായി മാറുന്നു, ഇസ്മ മജ്റൂറായി മാറുന്നു, ഫിസ്സബ്തി. വലഖദ് അലിംതുമുല്ലദീന ഇഅ്തദൗ മിൻകും ഫിസ്സബ്തി, നിങ്ങളിൽ നിന്ന് സബത്തിൽ അതിക്രമം ചെയ്തവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. വലഖദ് അലിംതുമുല്ലദീന ഇഅ്തദൗ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും, ഫഖുൽനാ ലഹും. അർത്ഥ തന്നെ അർത്ഥത്തിന്റെ അക്ഷരമാണ്. ഫഖുൽന, ഫഖുൽന നാം പറഞ്ഞു അല്ലെ, ഖുൽന, ഖാല ഖാല ഖാലു, ഖാല ഖാല ഖാലു എന്ന രൂപത്തിൽ. അപ്പം അതിൽ നിന്നാണ് ഖുൽന എന്നുള്ളത്. ഖാല എന്നത് ഏതാണ് ഫിഅല്? മുഅ്തല്ലായ ഫിഅലിൽ ഖാല മുഅ്തല്ലാണ്, ഇല്ലത്തിന്റെ അക്ഷരമുള്ള അലിഫ് വന്നിട്ടുള്ളതാണ്. അത് ഏത് ഇനത്തിലാണ് വരുന്നത്? ഖാല. ഖാല എന്നത് ഏത് ഇനത്തിലാണ് വരുന്നത്? അജ്വഫാണ് അല്ലെ, അജ്വഫാണ് ഖാല. അപ്പോ
നമ്മൾ അജ്വഫായ ഫിയലാണ്, മധ്യത്തിലാണ് അതിന്റെ വന്നിട്ടുള്ളത്. അപ്പം ഖാല ഖുൽന നാം പറഞ്ഞു. അതിന്റെ ഏത് സീഗയാണ് ഖുൽന? ഖാല ഖാല ഖാലു ഖാലത്ത് ഖാലത ഖുൽന ഖുൽത ഖുൽതുമാ ഖുൽതും ഖുൽതി ഖുൽതുമാ ഖുൽതുന്ന ഖുൽതു ഖുൽന. ഏതാണ് സീഗ? മുതകല്ലിം ജംഅ അല്ലേ? മുതകല്ലിം ജംഅ. فقلنا لهم فقلنا قلنا എന്ന് പറയുമ്പോൾ ഫിഅൽ മാദിയാണ് അല്ലേ? മബ്നിൻ അല സുകൂൻ. ഖുൽ നാ എന്ന് പറയുന്നു വമീറാണ്, മബ്നിൻ അല സുകൂൻ ഫി മഹല്ലി റഫ്അ ഫാഇൽ. ഖുൽനാ. അപ്പോൾ ഫഖുൽനാ എന്ന് പറഞ്ഞാൽ അപ്പോൾ നാം പറഞ്ഞു അല്ലേ? അപ്പോൾ നാം പറഞ്ഞു, അപ്പോൾ നാം പറഞ്ഞു. ഫഖുൽന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അപ്പോൾ നാം പറഞ്ഞു. വലഖദ് അലിംതും അല്ലദീന അഅ്തദൂ മിൻകും ഫിസ്സബ്തി, ശബത്ത് ദിവസത്തിൽ നിങ്ങളിൽ നിന്ന് അതിക്രമം പ്രവർത്തിച്ചവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഫഖുൽനാ ലഹും, അപ്പോൾ നാം അവരോട് പറഞ്ഞു. ലഹും എന്നത് ലാമ് ലി ലിയാണ്. ലി കൂട്ടണം ഹുമാണ്, അതാണ് ലഹും. فعل ماضي مبني على السكون في محل رفع فاعل تقديره نحن. ലഹും എന്നത് ലീ കൂട്ടണം ഹും. ലീ എന്ന് പറയുന്നത് ഹർഫ് ജറാണ്, ലീ. ഹും എന്നത് ളമീറാണ്, മബ്നിൻ അല സുകൂൻ ഫി മഹല്ല് ജർ അല്ലേ? ഫി മഹല്ല് ജർ. അവരോട് പറയാം. കൂനു കൂനു നിങ്ങൾ ആയിത്തീരുക. ഫിഅൽ അംറാണ് കൂനു. അതായത് കാന കാന എന്ന് പറഞ്ഞാൽ കാന കാന കാനു. കാന ഏത് ഫിഅലാണ്? സ്വഹീഹാണോ മുഅ്തല്ലാണോ? കാന സ്വഹീഹാണോ മുഅ്തല്ലാണോ? മുഅ്തല്ലാണ്. മുഅ്തല്ലിൽ ഏത് വിഭാഗത്തിലാണ്? അജ്വഫാണ്. മുഅ്തല്ലിൽ അജ്വഫാകുന്നു. അപ്പോ കാന അതിലുണ്ടാകുന്ന അംറാണ് കാന എന്നതിൽ നിന്ന് കാന കാനു. കുന്ത കുന്തുമാ കുന്തും. അങ്ങനെ കുൻ എന്ന് പറഞ്ഞാൽ നീ ആയിത്തീരുക. കുൻ അതാണ് അതിന്റെ അംർ. കുൻ. അതിന്റെ കൂനു എന്ന് പറയുമ്പോൾ കൂനു എന്ന് പറയുമ്പോൾ നിങ്ങളായിത്തീരുക എന്നാണ്. അതായത് ഫിഅൽ അംറാണ്, അംർ ഹാദിറാണ്, മുദക്കർ ജംആണ്. അത് ഫിഅൽ അംർ മബ്നിയുൻ അല ഹദ്ഫിൻ നൂൻ എന്ന് നമുക്ക് പറയാം. നൂനിനെ ഹദഫ് ചെയ്തുകൊണ്ട് ഫിഅൽ അംർ. ഇൻഷാ അല്ലാഹ് ഫിഅൽ അംറിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുമ്പോൾ നമ്മുടെ അൽ ബലാഗ ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ അത് കൂടുതൽ ചർച്ച ചെയ്യാം. പിന്നെ കൂനു എന്ന് പറയുമ്പോൾ നിങ്ങളായിത്തീരുക കാനയാണ്. കാനയുടെ സ്വഭാവം ഉണ്ടല്ലോ. കാനക്ക് എന്താണ്? കാനയുടെ ഇസ്മ് മർഫൂഉം കാനയുടെ ഖബർ മൻസൂബുമായിരിക്കും അല്ലെ? കാനയുടെ ഇവിടെ കൂനു എന്ന് പറയുമ്പോൾ നിങ്ങളായിത്തീരുക എന്ന ഈ കൂനു എന്നതിൽ അടങ്ങിയിട്ടുള്ള ലമീർ, ആ ലമീർ കൂനു എന്നതിൽ അടങ്ങിയിട്ടുള്ള ലമീർ അതെന്താണ്? ഫീ മഹല്ല് റഫ്അ. ഫീ മഹല്ല് റഫ്അ. കാരണം ഇസ്മ കാന ഫീ മഹല്ല് റഫ്അ. ഇസ്മ കാനയാണ്. ضمير مبني على السكون في محل رفع اسم كان. പിന്നെ കൂനു ഖിറദതൻ ഖാസിഈൻ. കൂനു ഖിറദതൻ. ഖിറദതൻ
നിങ്ങൾ കുരങ്ങന്മാരാവുക. ഖിറദത്തൻ എന്ന് പറഞ്ഞാൽ ഖിർദ്, ഖിർദുൻ, ഖിർദുൻ. അതിന്റെ ബഹുവചനമാണ് ഖിറദത്തൻ. അതിന്റെ ജംആണ് ഖിറദത്തുൻ, ഖിറദത്തുൻ എന്ന് പറയും. ഖിർദുൻ ജംഅ് ഖിറദത്തുൻ. ഖിർദിന്റെ ജംആണ് ഖിറദത്തുൻ. ഖിറദത്ത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വിശാലമായൊരു ജംആണ്. ഒരു കുരങ്ങന്മാരുടെ സമൂഹമാവുക എന്നുള്ളത്. ഖിർദത്ത് ജംഅ് ഖിറദത്തുൻ. ഇവിടെ ഖിറദത്തൻ, കൂനു ഖിറദത്തൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? കൂനു ഖിറദത്തൻ എന്ന് പറയാനുള്ള കാരണം, ഖിറദത്തുൻ എന്ന് പറയുന്നതിന് പകരം ഖിറദത്തൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാനയുടെ ഖബറായിട്ടാണ് ഖിറദത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഖബർ കാനയാണ്. എന്താണ്? ഖബർ കാനയാണ്. ഖബർ ഇസ്മു കാന നമ്മൾ പറഞ്ഞു, നിങ്ങൾ, അൻതും എന്ന നിങ്ങളാണ് ഇവിടെ ഇസ്മു കാന. അപ്പൊ അതിന്റെ ഖബറാണ് ഖിറദത്തുൻ എന്ന് പറയുന്നത്. ഖിറദത്തൻ എന്നായി മാറി. കൂനു ഖിറദത്തൻ, ഖിറദത്തൻ. ഖാസിഈൻ, ശ്രദ്ധിക്കുക, ഖാസിഈൻ. ഇത് ഖാസിഈൻ എന്നത് ഖസഅ യഖ്സഉ, ഖസഅ യഖ്സഉ. ശ്രദ്ധിക്കുക, ഖസഅ യഖ്സഉ. അതിന്റെ ഇസ്മു ഫാഇലാണ് ഖാസിഉൻ. ഖാസിഉൻ എന്ന് പറയുന്നത് അതിന്റെ ഇസ്മു ഫാഇലാണ്. ഖസഅ എന്നത് സഹീഹാണോ മുഅ്തല്ലാണോ? ഖസഅ സഹീഹാണോ മുഅ്തല്ലാണോ? ഖസഅ സഹീഹാണ് അല്ലേ? അത് സഹീഹാണ്. എന്താണ്? സഹീഹാണ്. കാരണം അതിൽ അലിഫ് വന്നിട്ടില്ല, വാവ് വന്നിട്ടില്ല, യാ വന്നിട്ടില്ല. പകരം ഹംസയാണ്. ഖസഅ, മനസ്സിലായല്ലോ? അപ്പൊ അത് സഹീഹാണ്. അപ്പോ ഖസഅ, അങ്ങനെ ഹംസ വരുന്ന ഫിഅലുകൾക്ക് മഹ്സൂം എന്ന് പറയും കേട്ടോ. മഹ്സൂം, മഹ്മൂസ് എന്ന് പറയും. മഹ്മൂസ് എന്ന് പറയും. ഹംസ വരുന്ന പേരുകൾക്ക് മഹ്മൂസ് എന്ന് പറയും. അപ്പോ ഹംസ വരുന്ന പേരുകൾക്ക് മഹ്മൂസ് എന്ന് പറയും. അപ്പം പിന്നെ ഇവിടെ ഖസഅയിൽ നിന്നാണ് ഖാസി എന്ന പദം ഉണ്ടാകുന്നത്. അപ്പം ഖാസിഉൻ അതിന്റെ ബഹുവചനം ജംആണ് ഖാസിഊന. എന്താണ്? ഖാസിഊന. ഇത് ജംആണ്, ജംഅ് മുദക്കർ സാലിം അല്ലെ? ജംഅ് മുദക്കർ സാലിമാണ് ഖാസിഊന. അപ്പോ പക്ഷെ ഇവിടെ ഖാസിഈന എന്നാണ് വന്നിട്ടുള്ളത്. എന്താ കാരണം? ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണിത്. കാരണം ഖുൽനാലഹും കൂനു ഖിറദത്തൻ ഖാസിഈൻ. അതുകൊണ്ട് തന്നെ മുഫസ്സിറുകൾ പോലും ചില സന്ദർഭങ്ങളിൽ, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ശരിക്കും പരിശോധിച്ച് ഏതായിരിക്കും അതിന്റെ സാധ്യത എന്നുള്ളത് കൂടുതൽ പരിശോധിച്ചതിന് ശേഷമാണ് അതിന് ഒരു ഇത് പറയുക. അപ്പോൾ കൂനു ഖിറദത്തൻ ഖാസിഈന, നിങ്ങൾ കുരങ്ങന്മാരായി തീരുക. അപ്പോൾ കുരങ്ങന്മാർ എന്ന് പറയുന്ന ഖിറദത്ത് ഇവിടെ ഖബറായിട്ടാണ് വന്നിട്ടുള്ളത്. ഏതാണ്? കാനയുടെ ഖബറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഖാസിഈന എന്നത് നിങ്ങൾ ആയിത്തീരുക. ഖാസിഈന, ഖിറദത്ത് എന്നത്
നഅത്താകുമ്പോൾ, നഅത്തെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു നഅത്തിന്റെ സ്വഭാവം അതിന് കാണുന്നുണ്ട്. പക്ഷെ നഅത്ത് അല്ലാതിരിക്കാനുള്ള ഒരു വേറൊരു സാധ്യത അവിടെ ഉണ്ടോ എന്ന് തന്നെ ഒന്ന് പറയാം. നഅത്തിന്റെ സ്വഭാവം എന്താണ്? നഅത്തും മൻഉത്തും എന്താണ് സാധ്യത? നഅത്ത് ആവാതിരിക്കാനുള്ള ഒരു സാധ്യത എന്താണ്? അല്ല, അങ്ങോട്ടൊക്കെ പോട്ടെ, അത് ബദലൊക്കെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് നഅത്ത് എന്താ, നമുക്കൊന്ന് നഅത്ത് എന്ന് പറയാലോ. പക്ഷെ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, ഹാലും ആവാം അല്ലെ? അപ്പോ നഅത്തും മൻഉത്തും തമ്മിലുള്ള ബന്ധം എന്താണ്? നഅത്തും മൻഉത്തും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. ഇറാബായിരിക്കണം. അപ്പോ എന്താണ് ഇതിന്റെ ജെൻഡറൊക്കെ സെയിം ആയിരിക്കണം അല്ലെ? ഇവിടെ ഖിറദത്തൻ ഖാസിഈൻ എന്ന് പറയുമ്പോൾ, ഖിറദത്തൻ ഖാസിഈൻ എന്ന് പറയുമ്പോൾ ഖിറദത്ത് മുഅന്നസാണ്. അപ്പൊ അത് നഅത്തിനുള്ള സാധ്യത അല്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിക്കുക. കൂനു ഖിറദത്തൻ ഖാസിഈൻ, കൂനു ഖിറദത്തൻ ഖാസിഈൻ. യഥാർത്ഥത്തിൽ നിങ്ങൾ കുരങ്ങന്മാരായി തീരുക. വലൈക്കും സലാം. ഖാസിഈൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഖിറദത്തൻ എന്ന് പറയുന്നത് ഖബർ കാനയാണ് അല്ലെ? ഖബർ കാനയാണ്. ഖാസിഈൻ എന്ന് പറയുന്നതും ഖബർ തന്നെയാണ് എന്നുള്ളതാണ്. ഖബറു കാന, ഖബറു ഖാനിൻ. ഖബർ കാന. നമുക്കിങ്ങനെ പറയാം. അത് ഖബറായിട്ടാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പണ്ഡിതന്മാരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഖബറായിട്ട് തന്നെയാണ്. കൂനു ഖിറദത്തൻ ഖാസിഈൻ എന്നത്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പഠിച്ച വലിയ ആളുകൾക്ക് പോലും ഇതിൽ ചില സംശയങ്ങളൊക്കെ വരും. അവർ നേരെ റഫർ ചെയ്യുക, പണ്ഡിതന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. فجعلناها അപ്പോൾ നാം ആക്കി, അപ്പോൾ നാം ആക്കി, ജഅൽനാഹ അപ്പോൾ അങ്ങനെ എന്നർത്ഥം. അങ്ങനെ നാം ആക്കി. അത് അത്ഫിന്റെ വാവാണ്, അത്ഫിന്റെ ഫാണ്. ജഅൽനാഹ, ജഅൽനാഹ. ജഅൽനാഹ ജഅൽന എന്ന് പറഞ്ഞാൽ ജഅൽന നാം ആക്കി. ജഅല, ജഅല, ജഅലു, ജഅലത്, ജഅലത, ജഅൽന തുടങ്ങിയിട്ട് ജഅൽന. അപ്പൊ അതിന്റെ ഫിഅൽ മാദി മബ്നിയുൻ അല സുകൂൻ, മബ്നിയുൻ അല സുകൂൻ. പിന്നെ നാ എന്ന് വരുന്നത് വമീർ
ضمير مبني على السكون في محل رفع فاعل അല്ലേ? ശരി, അപ്പോ ഫിഅൽ മാദി ഓക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഫജഅൽന എന്ന് പറയുന്നത്, പിന്നെ ഹ എന്ന് പറയുന്നത് ഫജഅൽന ഹ എന്ന് പറയുമ്പോൾ അതിനെ ആക്കി എന്നാണ്. അതിനെ ആക്കി. ളമീർ മബ്നിയുൻ അലാ സുകൂൻ في محل نصب അല്ലേ? മഫ്ഊൽ ബിഹി. ശരി, ഫജഅൽനാഹ നാം അതിനെ ആക്കി. ഫജഅൽന നാം ആക്കി. അപ്പോൾ ജഅല എന്ന ഫിഅലിൽ നിന്ന് ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? നാം. ഫജഅൽനാഹ നാം ആക്കി. ഖുൽനാ എന്ന് പറഞ്ഞു നാം ആക്കി. അല്ലാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നാ എന്ന പ്രയോഗമാണ് പ്രയോഗിക്കാറുള്ളത് പല സന്ദർഭങ്ങളിലും. അപ്പോ ഫജഅൽനാ ഇവിടെയും അത് തന്നെ, നാം ആക്കി. അപ്പോ ഇവിടെ ഫാഇൽ നാ, അതായത് ളമീറാണ്. അത് നഹ്നു എന്ന തഖ്ദീറിലേക്കാണ് പോകുന്നത് അല്ലേ? ഇതിന്റെ തഖ്ദീർ നഹ്നു ആണ്. മുതകല്ലിം ജംആണ്. ഹാ ഫജഅൽനാഹ അതിനെ നാം ആക്കി. അപ്പോ അവിടെ ഹ എന്ന് വരുന്നതാണ് മഫ്ഊൽ ബിഹി ആകുന്നത്. ഫജഅൽന നാം ആക്കി, നാം ഫാഇലാണ്, ഹ എന്നത് മഫ്ഊൽ ബിഹിയാണ്. പിന്നെ ഫജഅൽനാഹ നാം അതിനെ ആക്കി. നകാലൻ ഒരു ശിക്ഷ ആക്കി. അതിനെ നാം ആക്കി, ഒരു ശിക്ഷ ആക്കി. നകാലൻ എന്ന് പറയുമ്പോൾ അതെന്തായി മാറുന്നു? നകാലൻ മഫ്ഊൽ ബിഹി സാനി. മഫ്ഊൽ ബിഹി സാനി രണ്ടാമത്തെ മഫ്ഊൽ ബിഹി ആയിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക. ഫജഅൽനാഹ നാം അതിനെ ആക്കി. നകാലൻ മഫ്ഊൽ ബിഹി സാനി. ലിമാ ബൈന യദൈഹ അതിന്റെ മുമ്പിലുള്ളതിന് എന്നാണ്. ലി വേണ്ടി എന്നർത്ഥം. ലി അത് ഹർഫ് ജറാണ്. ലിമാ എന്ന് പറയുമ്പോൾ ഇസ്മു മൗസൂലാണ് അല്ലേ? മാ ഇസ്മു മൗസൂൽ മബ്നിയുൻ അലാ സുകൂൻ. في محل جر. ما اسم موصول مبني على السكون في محل جر. കാരണം എന്താ? ഇസ്മ മജ്റൂറായി വരുന്നു. ലി എന്ന് വന്നതുകൊണ്ട് ലിമാ. ലി ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മ മജ്റൂർ ആയിരിക്കണം. ശേഷം വന്ന ഇസ്മ മാ ആണ്. മാ എന്ന് പറഞ്ഞാൽ ഇസ്മ മൗസൂലാണ്. അപ്പോ ലിമാ ബൈന യദൈഹ. ബൈന എന്താണ്? വർഫ് മക്കാന അല്ലേ? വർഫ് മക്കാന. ബൈന യദൈഹ ബൈന ഇടയിൽ. ഇവിടെ ബൈന യദൈ എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ളത് എന്നാണ്. ലിമാ ബൈന മുമ്പിൽ ബൈന യദൈ. ഇവിടെ യദൈ എന്ന പ്രയോഗം യദൈ കൂട്ടണം ഹ. യദൈഹ. യദ് എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് അർത്ഥം അല്ലെ? യദുൻ കൈ. യദുൻ എന്ന് പറഞ്ഞാൽ അത് കൈ എന്നാണ്.
യദുൻ എന്ന് പറഞ്ഞാൽ കൈ എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യദുൻ അതിന്റെ ബഹുവചനം ഐദ, ഐദിൻ. ഐദിൻ യഥാർത്ഥത്തിൽ യദ് എന്ന പ്രയോഗം അല്ലെങ്കിൽ യദ് എന്ന ആ ഇസ്മ അതിന്റെ അസ്ലിയായ രൂപം അറബിയിൽ ഇതാകും യദിയുൻ എന്നാണ്. അവസാനത്തിൽ ഒരു യാ ഉണ്ട് എന്നാണ്. യദിയുൻ അത് യാ മഹദൂഫായി യദുൻ എന്ന് പ്രയോഗിക്കപ്പെടുന്നു എഴുത്തിലും വായനയിലും, നേർക്കുനേരെ എഴുതുമ്പോൾ. പക്ഷേ അതിന്റെ മറ്റ് രൂപങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് ഒരുപാട് വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അത് അല്പം ഒരുപാട് ഈ വിഷയത്തിൽ യദുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് ഈ അസലിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ബൈന വന്നു കഴിഞ്ഞാൽ ബൈന യദ് എന്ന് വരുന്നതിന് ബൈന യദൈ, കാരണം മുദാഫ് ഇലൈഹിയാണ് യദ്, അതുകൊണ്ടത് മജ്റൂറായി വരുന്നു. അതുകൊണ്ടാണ് അത് ബൈന യദൈ എന്ന ആ പ്രയോഗം അപ്രകാരത്തിലാണ് മനസ്സിലാക്കുന്നത്. ബൈന യദൈ എന്ന് വരുന്നത് അത് മുദാഫ് ഇലൈഹിയാണ്, അത് മജ്റൂറാണ്. ഇവിടെ അതിന്റെ അർത്ഥം കൈ, ബൈന എന്ന് പറഞ്ഞാൽ സാധാരണ ഇടയിൽ എന്നാണ്. യദ് എന്ന് പറഞ്ഞാൽ കയ്യുമാണ്. അപ്പൊ കൈയിന്റെ ഇടയിൽ എന്നാണ് ഭാഷാപരമായി നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുക. പക്ഷേ അതുകൊണ്ട് അറബി ഭാഷയിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ബൈന യദൈ എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ളത്, മുമ്പിലുള്ളത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബൈന യദൈ അതൊരു ഭാഷയിലെ ഒരു പ്രയോഗമാണ്. ബൈന യദൈ എന്ന് പറയുന്നത് മുമ്പിലുള്ളത്. ബൈന യദൈഹാ ഫജഅൽനാഹാ അതിനെ നാം ആക്കി നകാലൽ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ. ബൈന യദൈഹാ അവിടെയും ബൈന യദൈഹ എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ മുദാഫ് ഇലൈഹി തന്നെയാണ് രൂപപ്പെടുന്നത്. ഹ എന്നത് അത് മഹല്ല് ജറാണ്. അവിടെ വരുന്ന വമീർ എന്താണ്? ഹ എന്ന് പറയുന്നത് വമീറാണ്. മബ്നി അല സുകൂൻ ഫി മഹല്ല് ജർ മുദാഫ് ഇലൈഹി എന്നാണ് പറയുക. പിന്നെ വമാ ഖൽഫഹ അത് അത്ഫാൻ അല്ലേ? അത്ഫാൻ. അത് പറയാം. യദിന്റെ പ്രയോഗം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. വാവ് അത്ഫിന്റെ വാവാണ്. അതുപോലെ മാ എന്നത് വമാ ഇസ്മ മൗസൂൽ അല്ലേ? മാ എന്ന് പറയുന്നത് ഇസ്മ മൗസൂൽ. അത് മബ്നി അല സുകൂൻ ഫി മഹല്ല് റഫ്അ അല്ലേ? ഫി മഹല്ല് ആണോ? അല്ല, ഫി മഹല്ല് ജർ തന്നെയാണ്. എന്താ കാരണം? വമാ ഖൽഫഹ എന്നത്
മഅ്തൂഫ് ആയതുകൊണ്ട് അല്ലേ. വമാ ഖൽഫഹ ലിമാ ബൈന യദൈഹ വമാ നകാലൻ ലിമാ. ലിമാ എന്നതിലേക്കാണ്, ആ ലാമിലേക്ക് തന്നെ ഈ മായും പോകുന്നു. വമാ ഖൽഫഹ മഅ്തൂഫ് ആയതുകൊണ്ട്. അപ്പോ വമാ ഖൽഫഹ ഖൽഫ്. ഖൽഫ് എന്ന് പറഞ്ഞാൽ ഖൽഫ എന്താണ്? ളർഫ് മക്കാനാണ്. ളർഫ് മക്കാൻ. ളർഫ് മക്കാൻ മൻസൂബ് അല്ലേ. ളർഫ് മക്കാൻ മൻസൂബാണ്. ഖൽഫ ഖൽഫഹ. അതുപോലെ തന്നെ ഖൽഫഹ ളമീർ മബ്നിൻ അല സുകൂൻ ഹ എന്ന് പറയുന്നത് അത് മുളാഫ് ഇലൈഹി ആയി വരുന്നത് കൊണ്ട് അതിന്റെ പിന്നിൽ വമാ ഖൽഫഹ അതിന്റെ പിന്നിൽ. അപ്പൊ അതിന്റെ മുന്നിലും അതിന്റെ പിന്നിലും, അതിന്റെ മുമ്പിലുള്ളതിനും അതിന്റെ പിന്നിലുള്ളതിനും എന്നാണ് പറയാ. വമൗഇളതൻ അപ്പൊ അത് മുളാഫ് ഇലൈഹി എന്താണ്? അത് ളമീർ ഫി മഹല്ല് ജർറ മുളാഫ് ഇലൈഹി. വമൗഇളതൻ വ അത്ഫിന്റെ വാവ്, പിന്നെ മൗഇളതൻ മൗഇളതൻ മൗഇളതൻ. ഫജഅൽനാഹാ നകാലൻ ഫജഅൽനാഹാ മൗഇളതൻ. മനസ്സിലായല്ലോ? അപ്പൊ മൗഇളതൻ എന്നത് മഅ്തൂഫ് ആണ്, മൻസൂബ്. മൗഇളതൻ എന്നത് മഅ്തൂഫാണ്, മൻസൂബാണ്. നേർക്ക് നേരെ നമുക്ക് മഫ്ഊൽ ബിഹിയാണ് സത്യത്തിൽ. വജഅൽനാഹാ നകാലൻ വജഅൽനാഹാ നകാലൻ എന്ന് പറഞ്ഞ അതേ അർത്ഥത്തിൽ തന്നെ വജഅൽനാഹാ മൗഇളതൻ എന്ന് പറയുമ്പോൾ അത് മഅ്തൂഫായി വരുന്നു എന്നർത്ഥം. ഇതിലേക്ക് നകാലൻ എന്നതിലേക്ക് അത് മഅ്തൂഫായി വരുന്നു. അല്ലെങ്കിൽ അതെ നകാലൻ അത് അതിലേക്കാണത് മഅ്തൂഫായി വരുന്നത്. അതിനെ നാം ആക്കി നകാലൻ ശിക്ഷയാക്കി. വമൗഇളതൻ ലിൽ മുത്തഖീൻ. അപ്പോൾ മൗഇളതൻ എന്നത് മഅ്തൂഫ് മൻസൂബ്. എന്താ കാരണം? മഫ്ഊൽ ബിഹി. وجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. للمتقين മുത്തഖികൾക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക്. തഖാ യത്തഖി അതിന്റെ ഇസ്മു ഫാഇൽ മുത്തഖി. മനസ്സിലായല്ലോ? അതിന്റെ ജംഅ് മുദക്കർ സാലിം മുത്തഖൂന. മുത്തഖൂന അത് മാരിഫയായി വരുമ്പോൾ അൽ മുത്തഖൂന. അൽ മുത്തഖൂന അതിന്റെ മുമ്പിൽ ലാം ഹർഫ് ജർ വന്നത് കൊണ്ട് ലി കൂട്ടണം. അൽ മുത്തഖൂന എന്ന് വരുമ്പോൾ അത് ലിൽ മുത്തഖീന എന്നായി മാറുന്നു. ഇസ്മ മജ്റൂറായി മാറുന്നു എന്നാണ്. ഇസ്മ മജ്റൂറായി മാറുന്നു ലിൽ മുത്തഖീന. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ വിശദീകരിക്കാം. ഏതായിരുന്നാലും ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് വലഖദ് അലിംതുമുല്ലദീന അഅ്തദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. ഇസ്രായേൽ സന്തതികളെ, നിങ്ങളിൽ നിന്ന് സബത്തിൽ അതിക്രമം ചെയ്തവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവരോട് നാം പറഞ്ഞു, നിങ്ങൾ ഹീനന്മാരായ കുരങ്ങുകളായി തീരുവീൻ, നിന്ദ്യന്മാരായ കുരങ്ങുകളായി തീരുവീൻ. فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين
അങ്ങനെ അതിനെ നാം അതിൻ്റെ മുമ്പിലുള്ളവർക്കും അതിൻ്റെ പിമ്പിലുള്ളവർക്കും ഒരു പാഠം നൽകുന്ന ശിക്ഷയാക്കി, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു സതുപദേശവുമാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ലംഘിക്കാത്ത ഇസ്രായേൽ സന്തതികളെപ്പോലെ അതിക്രമം പ്രവർത്തിച്ച വിഭാഗങ്ങളിൽ പെടാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കുവാനും വിശ്വാസവും ആദർശവും മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാനും നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ സ്വർഗ പ്രവേശനത്തിന് അവസരം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരികയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ സ്വാലിഹായ അമലുകൾ അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.